ഇതൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതൊന്ന് തയ്യാറാക്കി എടുക്കാമേ. ഒരു ബോളിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മേളത്തിൻ്റെ മൈദയാണ് നമ്മൾ ഇതിനായി ഉപയോഗിച്ചത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ചായയുടെ ടൈമിലാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ചായക്ക് പറ്റിയൊരു കോംബോയും കൂടിയാണിത്. നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് ശേഷം ഇതിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബോളിലോട്ട് ഒരു മുട്ടയും കൂടി ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഈ കൂട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി ഒരു എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബോൾ നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നേന്ത്രപ്പഴം നൈസായിട്ട് കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ടൊന്ന് രണ്ട് സൈഡും പൊരിച്ചെടുക്കണം. ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുക്കണം. രണ്ട് സൈഡും ഗീയിൽ ഇട്ടതിന് ശേഷം നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് സെപ്പറേറ്റ് ഒന്ന് ഫ്രൈ പാനിലേക്ക് നമ്മൾ ബൗളിൽ റെഡിയാക്കി വെച്ചിരുന്ന മിക്സ് ഫ്രൈ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഈ ബാറ്റർ. ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴങ്ങൾ വെച്ച് കൊടുക്കണം. നേന്ത്രപ്പഴങ്ങൾ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബാറ്ററും നേന്ത്രപ്പഴവും ഒന്ന് മിക്സായി കിട്ടണം. അതിനായി നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയതും ഏലക്കപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് നേരം നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് മാറ്റാം.